ഇനി വെല്ലുവിളിച്ച് നടക്കണ്ട. നിങ്ങൾ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് മുട്ടുമ്പോൾ നേരെ ആ വീഡിയോ പോയി നോക്കുക. എന്താണ്, എങ്ങനത്തെ വെല്ലുവിളി നടത്തിയാലാണ് ആരിഫ് വരിക എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വെല്ലുവിളി നടത്തുക, എന്നാ വരും. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വെല്ലുവിളി നടത്തിയാൽ അങ്ങനെ വന്ന് സംവാദത്തിന് വന്ന് തലവെച്ച് തരേണ്ട കാര്യം എനിക്കില്ല, അതിന് സമയമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. കൃത്യമായിട്ട് ഇസ്ലാം അത് വെച്ചിട്ട് നിങ്ങൾ വിളിച്ചാൽ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ വരില്ല. ഇപ്പൊ തന്നെ തോറ്റു എന്ന് നിങ്ങൾ സമ്മതിച്ചോ? തോറ്റു തന്നു, ഓക്കെ. നിങ്ങൾ ഒന്നേ തീരുള്ളൂ. ഞങ്ങളൊരു സംവാദത്തിന്റെ റിക്വസ്റ്റ് ഒന്നല്ല തന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാന്നാ പറഞ്ഞത്. അത് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി, ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ വരണമെന്നില്ല. അപ്പൊ ഞാൻ വരാൻ കുറെ കണ്ടീഷൻസ്, അങ്ങനെ കണ്ടീഷൻ നടക്കുന്നില്ല. കൃത്യമായി വാദം നമ്മൾ മുന്നോട്ട് വെച്ചു, വിഷയം നമ്മൾ മുന്നോട്ട് വെച്ചു. അതിനെപ്പോഴാണോ ധൈര്യം ആ സമയത്ത് വരിക. ഓക്കെ. അപ്പൊ ആധുനിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ശരിയല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അടിമത്തം ഇസ്ലാമിലും ആധുനികതയിൽ എന്ന് പറഞ്ഞത്. ഇനി ആധുനികതയെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നില്ലേ, നിങ്ങൾ ആധുനിക പൗരന്മാരൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിങ്ങൾ പലപ്പോഴും ശരിക്കും ഈ സംവാദത്തിന്റെ ടൈറ്റിൽ ഇടുന്നത് അടിമത്തം ഇസ്ലാമിലും നാസ്തിക ധാർമ്മികതയിലും എന്നാണ്. നാസ്തികതയുടെ ധാർമ്മികത. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ നാസ്തികരൊന്നല്ല, അങ്ങനെയല്ല ഇങ്ങനെ പറയും. എന്ന് വെച്ചാൽ സ്വന്തം ആശയം പേറാനുള്ള ഒരു കെൽപ്പ് പോലും നിങ്ങൾക്കില്ല. അത് ഞങ്ങൾ അറിയുന്നതുകൊണ്ടാണ് ആ നാസ്തികത എന്നുള്ളതൊന്ന് ഇളവ് നൽകി ആധുനികത എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വാദിക്കാനും പിന്നെ കുറച്ച് കൺവെൻഷൻസും കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു നിങ്ങൾക്കുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആധുനികതയിൽ നിട്ടത്. അപ്പൊ ശരിക്കും നാസ്തികതയിൽ നിന്നാണ് ഇടേണ്ടത്. നിങ്ങൾക്ക് അതിനുള്ള ആംബിയർ ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. ഓക്കെ. നാസ്തികതയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളത് വിളിക്കാതിരുന്നത്. അതിന് തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതമായിരിക്കും കേട്ടോ. ഇസ്ലാമിലും നാസ്തികതയിലും അല്ലെങ്കിൽ ഇസ്ലാമിലും നാസ്തിക ധാർമ്മികതയിലും ആണെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും. പിന്നെ അത് വേറെ പറയേണ്ടതുണ്ടാവില്ല. അപ്പൊ എന്തായാലും അതിനുള്ള ആംബിയർ എന്തായാലും ഉണ്ടാവില്ല. എനിക്ക് 100% ഉറപ്പാണ്, 100 അല്ല 101% ഉറപ്പാണ്. അടിമത്തം ഇസ്ലാമിലും നാസ്തിക ധാർമ്മികതയിലും എന്ന് പറഞ്ഞിട്ട് ഒരു സംവാദത്തിന് ആരിഫിനും വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഇളവ് നൽകിക്കൊണ്ട് ആധുനികതയിൽ നിന്നാക്കിയത്. ഓക്കെ. ഇനി നിങ്ങൾ പറയണേ നിങ്ങൾ ആധുനികരുമല്ല എങ്കിൽ നിങ്ങൾ ആരാന്ന് പറഞ്ഞാൽ മതി. നാസ്തിക ധാർമ്മികത എന്ന് വെച്ചാൽ യൂട്ടിലിറ്റേറിയൻസവും അതുപോലെ നിങ്ങളുടേതായ ധാർമ്മിക കാഴ്ചപ്പാടുകൾ അത് വേണമെങ്കിൽ വെക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ ആധുനിക മൂല്യങ്ങൾ അതാണെന്നുണ്ടെങ്കിൽ ആധുനികതയിൽ നിന്ന് വെക്കാം. ഇനി അതൊന്നും അല്ല, ഞങ്ങൾ തോന്നിയ മാതിരി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിമത്തം ഇസ്ലാമിലും തോന്നിയാസത്തിലും നോക്കാം. അതും കുഴപ്പമില്ല. അടിമത്തം ഇസ്ലാമിലും തോന്നിയാസത്തിലും. ഞങ്ങൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യും, നിങ്ങൾ തോന്നിയാസത്തെ റെപ്രസെന്റ് ചെയ്യും. അതും ആയിക്കോട്ടെ. ഇതിൽ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വേണം. നിങ്ങൾ എന്തിനെങ്കിലും ഒന്നിനെ റെപ്രസെന്റ് ചെയ്യണം, ഞങ്ങൾ എന്തിനെങ്കിലും ഒന്നിനെ റെപ്രസെന്റ് ചെയ്യും. ഞങ്ങളുടെ സ്റ്റാൻഡ്, ഇസ്ലാമിന്റെ സ്റ്റാൻഡ് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ 100%, 101% റെഡിയാണ്. ആരിഫിന് തന്റെ ഉണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഇങ്ങനെ വിളിക്കാറില്ല, പക്ഷെ ഈ ചങ്ങായിനെയൊക്കെ ഇങ്ങനെ വിളിച്ചാൽ തന്നെ ശരിയാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആരിഫിന് പറ്റുന്നുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ വരിക.